ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദയെ കാണാനായിട്ട് അമ്മയും അമ്മൂമ്മയും കൂടി വന്നിരിക്കുകയാണ്. അപ്പോൾ അകത്തേക്ക് അവരെ ക്ഷണിച്ചു കഴിഞ്ഞപ്പോഴേക്കും വേദയുടെ ബാഗ് ആ ഒരു ഹാളിൽ ഇരിക്കുന്നത് കണ്ടു. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വേദയുടെ അമ്മയ്ക്ക് അത് സഹിക്കാനായിട്ട് പറ്റില്ല. മോളെ, അപ്പോൾ നിൻ്റെ അവസ്ഥ ഇവിടെ ഇങ്ങനെയാണല്ലേ? ഞാൻ പറഞ്ഞില്ലേ, നിന്നെ അവരിപ്പോഴും സ്വീകരിച്ചിട്ടില്ലല്ലേ? നിനക്ക് ഇങ്ങനൊരു ഗതി വന്നല്ലേ? നിനക്ക് എന്തിൻ്റെ കുറവുണ്ടായിട്ടാണ്? ഇവൾ ആരാണെന്നറിയാവോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അമ്മ ഒരുപാട് ഡയലോഗുകളെല്ലാം ഇറക്കി. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വേദയാണെങ്കിൽ അമ്മ ഒന്നും മിണ്ടാതിരിക്കമ്മേ, അവരെന്നെ സ്വീകരിച്ചിട്ടുണ്ട്, എനിക്കിവിടെ സ്വീകരണത്തിന് യാതൊരു കുഴപ്പമില്ല. അമ്മ ഇങ്ങനെയൊന്നും സംസാരിക്കാനായിട്ട് നിൽക്കരുത്. പിന്നെ എങ്ങനെ സംസാരിക്കാനാണ് മോളെ? നിൻ്റെ ഇവിടുത്തെ അവസ്ഥ ഇപ്പം എനിക്ക് മനസ്സിലായി. നീ എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും പറയാതിരിക്കാനായിട്ട് എനിക്ക് പറ്റില്ല മോളെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വിക്രമിൻ്റെ അച്ഛനാണെങ്കിൽ പറയുകയാണ്, നിങ്ങൾ പറഞ്ഞത് മുഴുവനും സത്യം തന്നെയാണ്. ഞങ്ങൾ മനഃപൂർവ്വമൊന്നല്ല ഇവളെ ഇവിടെ കിടത്തിയിരിക്കുന്നത്. പിന്നെ നിങ്ങളുടെ മകൾക്ക് ഭക്ഷണം കൊടുക്കാതെയോ അല്ലെങ്കിൽ പട്ടിണിക്കിട്ടോ ഞങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ മകളെ അംഗീകരിച്ചിട്ടില്ല, അത് സത്യം തന്നെയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ആകെ ഒന്ന് ഞെട്ടിവരച്ചൊരവസ്ഥയിലായി പോവുകയാണ്. അതെ, ഞങ്ങളുടെ മരുമകളായിട്ട് നിങ്ങളുടെ മകളെ അംഗീകരിച്ചാൽ മാത്രമല്ലേ ഞങ്ങൾക്ക് എല്ലാ പരിഗണനയും കൊടുക്കേണ്ട ആവശ്യമുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ അങ്ങനെ പറയുകയാണ്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അമ്മയാണെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കും. മനുഷ്യ, നിങ്ങൾ എന്തൊക്കെയാണ് സംസാരിക്കുന്നത്? നീ മിണ്ടാതിരിക്കുക, ഇവരോട് കാര്യങ്ങൾ പറയണ്ടേ? നിങ്ങൾ ദേഷ്യപ്പെടണ്ട, നിങ്ങൾ ഏതെങ്കിലും ജ്യൂസ് കുടിക്കുക. സമാധാനമായിട്ട് വന്ന് സമാധാനമായിട്ട് പറഞ്ഞു പോവുക, അത്രയും മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ മകളോട് പല പ്രാവശ്യം പറഞ്ഞു നോക്കി ഇവിടെ നിന്ന് പോകണമെന്നൊക്കെ, പക്ഷേ നിങ്ങളുടെ മകള് അതൊന്നും കേൾക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല. അപ്പം പിന്നെ എന്താ ചെയ്യേണ്ടത്? ഇതിൽ ഞങ്ങളുടെ ഭാഗത്തൊരു തെറ്റുമില്ല. ഒരു താലി ഏതൊരുത്തം വന്ന് അവളുടെ കഴുത്തിൽ കെട്ടിയെന്ന് വിചാരിച്ച് കടിച്ചു തൂങ്ങി ഇവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതൊക്കെ പറഞ്ഞു നോക്കി, പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് തയ്യാറല്ല. ഇതെല്ലാം കേട്ട് നിന്നാൽ നമ്മുടെ മുത്തശ്ശിക്കും അമ്മയ്ക്കും ആണെങ്കിൽ ആകെ സങ്കടം തോന്നിക്കുകയാണ്. കേട്ടതെല്ലാം മതിയായി എന്ന് പറഞ്ഞുകൊണ്ട് ഈ അമ്മയാണെങ്കിൽ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടി പോവുകയാണ്. അപ്പോൾ വേദയാണെങ്കിൽ അമ്മ നിൽക്കമ്മേ, കരയിലമ്മ നിൽക്കമ്മേ, പോകല്ലമ്മ എന്ന് പറഞ്ഞുകൊണ്ട് വേദയും ഓടിച്ചെല്ലുകയാണ്. അപ്പോൾ വേദ ഓടിച്ചു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശി ഇവരോടൊക്കെ പറയുകയാണ്, നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല മരുമകളെ കിട്ടിയിരിക്കുന്നത്. കാരണം അവളുടെ ദൈവവിശ്വാസമാണ് അവളെ ഇവിടം വരെയും കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. ഇവളെപ്പോലെ ദൈവവിശ്വാസമുള്ളവർ വേറെ എങ്ങും ഉണ്ടാവില്ല. പിന്നെ വിക്രമും ഇവളും കൂടി ഒന്നിച്ച് ചേരേണ്ടത് ദൈവനിശ്ചയമായിരിക്കും. അതുകൊണ്ടായിരിക്കും. അതെല്ലാം നല്ലതിനാണെന്ന് മാത്രം നിങ്ങൾ വിശ്വസിക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല മരുമകളെ തന്നെയാണ് നിങ്ങൾ കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആ മുത്തശ്ശി ഇറങ്ങി പോവുകയാണ്. അപ്പോൾ മുത്തശ്ശിയുടെ വാക്ക് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വിക്രമിൻ്റെ അമ്മയും ആകെ കരച്ചിലും പിഴിച്ചിലും ആകെ വല്ലാത്തൊരവസ്ഥയിലേക്ക് നിൽക്കുകയാണ്. പക്ഷേ അവിടുത്തെ ആ ഇളയ മരുമകൾക്ക് ഇതൊന്നും തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതിനുശേഷം മുത്തശ്ശി വേദയുടെ അമ്മയോട് സംസാരിക്കുകയാണ്, ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല, ഇവൾക്ക് യാതൊരു കുഴപ്പമില്ല, ഇവൾ അനുഗ്രഹിച്ച മാത്രം മതി, ശപിക്കാതിരുന്നാൽ മാത്രം മതി, ഇവളിവിടെ സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇവരവിടെ നിന്ന് വണ്ടി കയറി പോവുകയാണ്. അങ്ങനെ ഇവർ വണ്ടി പോകുന്നത് നമ്മുടെ വിക്രം കാണുകയാണ്. വിക്രം ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വിക്രമിനാകെ കലി. കാരണം അതിൻ്റെ ഉള്ളിൽ വേദയില്ല. വേദയെ കാണാത്തതുകൊണ്ട് ഭയങ്കര അരിശുവാണ്. അങ്ങനെ വിക്രം നേരെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ വേദം ഒരു കൂടെ പഴമായിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ വിക്രം എടി എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. ആഹാ, ഇത്ര നേരത്തെ വന്നോ? നേരത്തെ വരാതെ എവിടെ പോകാനല്ലേ? ജോലിയും കൂലിയും ഇല്ലാത്ത ഒരാൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാലോ. അതുകൊണ്ട് ഇനിയിപ്പോൾ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലേ? അതേടി, എനിക്ക് ജോലിയും കൂലിയും ഒന്നുമില്ല. നിന്നോട് ഇവിടെ വല്ല താങ്ങി പിടിച്ച് നിൽക്കാനായിട്ട് പറഞ്ഞോ? നിൻ്റെ അമ്മയും മുത്തശ്ശിയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും കൂടെ പോകാറുന്നില്ലേ? പിന്നെ എന്തിനാണ്? അയ്യോടാ, ഏതായാലും നിൻ്റെ വീട്ടിൽ ഞാൻ തൂങ്ങി പിടിച്ച് നിന്നില്ലല്ലോ. ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ നിൽക്കുന്നത്. അയ്യോ, അല്ലെങ്കിലും എൻ്റെ വീട്ടിലേക്ക് അങ്ങോട്ട് കയറി ചെന്നാൽ മതി. അതിനൊക്കെ ഒരു യോഗ്യത വേണം. എൻ്റെ വീട്ടിലേക്ക് കയറാൻ നിങ്ങൾക്ക് ഒരു യോഗ്യതയില്ല. അതേടി, എനിക്കും ഒരു യോഗ്യതയില്ല. യോഗ്യതയുള്ള ആളെ എന്തിനാണാവോ എൻ്റെ വീട്ടിലിങ്ങനെ കാടിച്ച് തൂങ്ങി പിടിച്ച് നിൽക്കുന്നത്? ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ വിക്രം? ഈ ഒരു പഴം കഴിച്ചേ എന്നും പറഞ്ഞുകൊണ്ട് പഴം എടുത്ത് കൊടുത്തിട്ട് നമ്മുടെ വേദ അവിടെ നിന്ന് പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും വേദയുടെ മുതുകിനിട്ട് ആ പഴം കൊണ്ട് ഒറ്റയേറി. വേദ ദേഷ്യപ്പെട്ട് തിരിഞ്ഞിങ്ങനെ നോക്കിയാണ്. അതിനുശേഷം വിക്രമിൻ്റെ അടുത്ത് വന്ന് കണ്ണും പിടിച്ച് നോക്കി. എന്തിനാടി നീ എന്തിനിങ്ങനെ എന്നെ കണ്ണും പിടിച്ച് നോക്കുന്നത്? ഇതുവരെയായിട്ട് ഞാൻ പെണ്ണുങ്ങളെ തല്ലിയിട്ടില്ല. നീയായിട്ട് അതുണ്ടാക്കാനായിട്ട് നിൽക്കരുത്. ഇത് കേട്ട് നമ്മുടെ വേദ ചിരിച്ചുകൊണ്ട് തന്നെ, നിങ്ങളെപ്പോലെയല്ല ഞാൻ, എനിക്ക് ആണുങ്ങളെ തല്ലാനായിട്ട് ഒരു മടിയില്ല. ഇവളെയൊക്കെ എന്താണ് ചെയ്യേണ്ടത്? പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ. എങ്കിൽ പിന്നെ എന്തിനാ പറയുന്നത്? പോകാനായിട്ട് നോക്കാൻ പാടില്ലേ? പോകുന്നതിന് മുമ്പ് ഈ പഴം തിന്നുന്നുണ്ടോ? നല്ല മധുരമുള്ള പഴം.
ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ എന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നിന്റെ മറ്റവനുണ്ട് കൊടുത്താൽ മതി, എൻ്റെ മറ്റവന് തന്നെ ഞാൻ തന്നത്, നീ പോടി എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം ദേഷ്യപ്പെട്ടെന്ന് പോവുകയാണ്. നമ്മുടെ വേദയ്ക്കാണെങ്കിൽ ചിരി സഹിക്കാനും പറ്റാത്ത വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശിയും അതേപോലെ തന്നെ വേദയുടെ അമ്മയും കൂടി വീട്ടിലേക്ക് എത്തി കഴിഞ്ഞപ്പോഴേക്കും ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ക്രോസ് വിസ്താരം നടത്തുകയാണ്. എന്തിനു വേണ്ടി അവിടെ പോയത്? നമുക്കൊരു വിലയും തരാത്ത അവളുടെ അടുത്തേക്ക് നിങ്ങൾ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. എല്ലാത്തിനും വളം വെച്ച് കൊടുക്കുന്നത് മുത്തശ്ശിയാണ്. മുത്തശ്ശി മാത്രം തന്നെയാണ്. ഓരോ അന്ധവിശ്വാസങ്ങളുമായിട്ട് അവളെ ഈ വഴിയിലാക്കിയപ്പോൾ സമാധാനമായില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ ഇങ്ങനെ ഒരുപാട് ചീത്ത പറയുകയാണ്. ഇത് കേട്ട മുത്തശ്ശിക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പം മുത്തശ്ശിയാണ്, നിർത്ത്, നിങ്ങൾ പറയാൻ വരട്ടെ, അതിനു മുമ്പ് എനിക്ക് ചില കാര്യങ്ങളെല്ലാം പറയാനുണ്ട്. അതെ, ഞങ്ങൾ പോയി, അവൾ ആരെങ്കിലും തിരിഞ്ഞു നോക്കിയോ? പിന്നെ അവൾക്ക് ആങ്ങളയുണ്ട്, ദേ എപ്പോഴും കൂടെ ചേർന്ന് നടക്കുന്ന അനിയത്തിയുണ്ട്. അനിയത്തി പോലും അവളെ ഒറ്റപ്പെടുത്തിയില്ലേ? അവളെക്കുറിച്ച് ചോദിക്കാറുണ്ടോ? അവൾക്ക് സുഖമാണെന്ന് പോലും ചോദിക്കാറുണ്ടോ? ഇല്ല. പക്ഷെ അതേപോലെയല്ല പെറ്റമ്മ, അത് പെറ്റ വയറാണ്. ആ മനസ്സ് വേദനിക്കും മകളെ കണ്ടില്ലെങ്കിൽ. അതുകൊണ്ട് തന്നെയാണ് മകളെ കാണാനായിട്ട് പോയത്. അതൊന്നും നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. അങ്ങനെ നമ്മുടെ വേദയുടെ അച്ഛൻ അങ്ങോട്ട് പറയാണ്, അമ്മ എന്തൊക്കെ പറഞ്ഞാലും അമ്മ പറയുന്നൊന്നും ശരിയല്ല. കാരണം അവളുടെ മനസ്സിൽ ഇപ്പോൾ അന്ധവിശ്വാസങ്ങളും ദൈവം എന്ത് വേണേലും പറയട്ടെ, ചിന്തിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു മനസ്സാണ് വേദയുടേത്. അതൊക്കെ വരുത്തി വെച്ചത് അമ്മയാണ്, അമ്മയല്ലാതെ മറ്റാരുമല്ല. അങ്ങനെയുള്ളൊരു മകളെ പിന്നെ എന്തും പറഞ്ഞ് സ്വീകരിക്കാനാ? അവൾ അന്ധവിശ്വാസം കളഞ്ഞിട്ട് അവൾ വരട്ടെ. ഇവിടെ അവളെ സ്വീകരിക്കാനായിട്ട് യാതൊരു മടിയില്ല ആൾക്കാർക്ക്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വേദയുടെ അമ്മ, നിങ്ങളിങ്ങനെയൊന്നും പറയല്ലേ, നിങ്ങളൊന്ന് വിളിച്ചാൽ അവൾ വരും, ഉറപ്പായിട്ടും വരും. എനിക്ക് വിളിക്കാൻ മനസ്സില്ല, ഞാൻ അവളെ വിളിക്കത്തുമില്ല എന്ന് പറഞ്ഞ ഈ വേദയുടെ അച്ഛൻ അവിടെ നിന്ന് പോയി ബെഡ്റൂമിൽ പോയിരുന്ന് കരയുക. എന്തൊക്കെയായാലും വേദയെ ഒരുപാട് സ്നേഹിച്ചതാണ് അച്ഛൻ. അങ്ങനെ അച്ഛൻ ആ കല്യാണ ദിവസവും പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. വേദയെക്കുറിച്ചുള്ള കുറേ ചിന്തകൾ ഈ അച്ഛൻ്റെ മനസ്സിലേക്ക് കൂടിക്കിടന്ന് വരികയാണ്. പിന്നീട് കാണിക്കുന്ന നമ്മുടെ വേദയാണ്. അപ്പോൾ വേദ ഹാളിലിരുന്നിട്ട് ശിവൻ്റെ വിഗ്രഹം നോക്കി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ശിവൻ്റെ വിഗ്രഹം നോക്കി ഇരുന്നിട്ട്, അല്ല ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് എത്ര നാളത്തേക്കാ? അല്ല ഞാൻ ഇനിയും ഇങ്ങനെ തന്നെ തുടരാനാണോ? അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും ഒത്തുതീർപ്പുണ്ടാവോ? അല്ല ഇനി അഥവാ ഞാൻ കുറച്ച് നാളിങ്ങനെ കഷ്ടപ്പെടട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് കണ്ണടച്ചുകൊണ്ട് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. പിന്നെ അങ്ങയുടെ വിധി എന്താണോ അതേപോലെ നടക്കാനല്ലേ പറ്റുള്ളൂ. അതിൽ കൂടുതലൊന്നും എന്നെക്കൊണ്ട് സാധിക്കത്തില്ലല്ലോ എന്നിങ്ങനെ സംസാരിക്കുകയാണ് ശിവഭഗവാനോട്. അല്ല ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഇവിടെ എല്ലാവരും ഭയങ്കര ബിസിയാ. ഒരു ജോലിയും കൂലിയും ഇല്ലാത്ത ഇവിടുത്തെ ചേട്ടനാണെങ്കിൽ പോലും ആ റൂമിൽ കിടന്ന് കൂർക്കം വലിച്ചുറങ്ങുക. അവരും ഉറക്കത്തിൻ്റെ ബിസി. ഇവിടെ ബിസി ഇല്ലാത്തത് ഞാനും ഭഗവാനെ അങ്ങയുമാണ് ബിസി ഇല്ലാത്തത്. അല്ല നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ബിസി വേണ്ടേ? ഇങ്ങനെ ശിവഭഗവാനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വരുന്ന ആ ഓട്ടോറിക്ഷക്കാരി. അപ്പോൾ ഓട്ടോറിക്ഷക്കാരനെ എന്ന് പറഞ്ഞു വിളിക്കുകയാണ്. അപ്പോൾ വേദ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഹലോ, നിന്നെ തന്നെയാണ് വിളിച്ചത്. അപ്പോൾ വേദ ഇങ്ങനെ നോക്കിയാണ്. അല്ല ഇവിടെ വേറെ ആരും ഇല്ലല്ലോ, നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ, പിന്നെ നീ ആരോടായി സംസാരിക്കുന്നത്? നിനക്കെന്താ ചെവി കേട്ടൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അതേ എനിക്കൊരു പേരുണ്ട് വേദ, അത് വിളിച്ചാൽ മതി. ഓ അത് വിളിക്കാൻ സൗകര്യം ഇല്ലെങ്കിലോ? എനിക്കത് വിളിക്കാൻ പറ്റില്ല. അങ്ങനെയാണോ എന്ന് പറഞ്ഞുകൊണ്ട് വേദ അവിടെ നിന്ന് ചാടി എണിക്കുകയാണ്. നീ എന്തിനാടി ഇവിടെ ഇങ്ങനെ കുത്തിരിക്കുന്നത്? ഞാൻ വന്നതൊന്നും കണ്ടില്ലേ? അല്ല ഞാനിവിടെ കുത്തിരുന്ന് വിചാരിച്ച് നിനക്കെന്താ കുഴപ്പം? നിനക്ക് എവിടെയെങ്കിലും പോയിരിക്കണമെങ്കിൽ പോയിരിക്ക്. ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ. അതിനിപ്പോൾ ഞാൻ എതിർപ്പൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ നീ എതിർപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ അംഗീകരിക്കാനായിട്ട് പോകുകയല്ലേ? നിനക്ക് ഈ വീട്ടിൽ എന്താ കാര്യം? നിനക്കെന്താ ഈ വീട്ടിൽ കാര്യം? എനിക്കെന്താ കാര്യമെന്നോ? നിനക്കിവിടെ കുറച്ച് ദിവസം പരിചയമുള്ളൂ, പക്ഷേ എനിക്കിവിടെ കാലങ്ങളായിട്ടുള്ള പരിചയമാണ്. അത് നിനക്കറിയാവോ? അതിന് എനിക്കിവിടുത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ അറിയാമെന്നാ പറഞ്ഞത്. ഞാനൊരു കാര്യം നിന്നോട് പറയാം, എത്രയും പെട്ടെന്ന് വീട്ടിൽ നിന്ന് പോകുന്നതായിരിക്കും നിനക്ക് നല്ലത്. ഈ വിക്രമിനെ കുറിച്ച് നിനക്ക് എന്തറിയാം? ഒന്നും അറിയില്ല. ഈ വിക്രം ശരിക്കും ആരാണെന്ന് നിനക്ക് അറിയാവോ? ഒരു ദിവസം എത്ര പെഗ്ഗടിക്കുമെന്നറിയാവോ? ഒത്തിരി പെഗ്ഗടിക്കും. പിന്നെ 4 പാക്കറ്റ് സിഗരറ്റ് എങ്കിലും ദിവസേന വലിക്കും, അതറിയാവോ? അതുകൂടാതെ കഞ്ചാവ്, പിന്നെ വേറെന്താ ലഹരി മരുന്നിൻ്റെ പേര് പറയാണ്. അപ്പം അതിനേക്കാൾ ഇരട്ടി പേരാണ് നമ്മുടെ വേദ അവിടെ പറഞ്ഞു കൊടുത്തത്. അത് തന്നെ, അതൊക്കെ ശരിക്കടിക്കും.
അതുകൂടാതെ തന്നെ പെൺപിള്ളേരുടെ കാര്യമാണെങ്കിൽ പറയണ്ട, ഒറ്റ പെണ്ണുങ്ങളെയും ഈ വിക്രം വെറുതെ വിടില്ലെന്നേ. ഹാ അങ്ങനെയാണോ? അതെ, അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ. ദേ പറഞ്ഞ മനസ്സിലായല്ലോ. അതുകൊണ്ട് നീ ഇവിടെ നിൽക്കുന്നത് വളരെയേറെ ഡേഞ്ചറായ കാര്യമാണ് എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വേദ ഈ ഓട്ടോറിക്ഷക്കാരിയെ ഇങ്ങനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ ബൈ.